തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. 50-ലേറെ പേർ പുതുച്ചേരി, സേലം, വിഴുപ്പുറം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ചികിത്സയിലുള്ള 10 പേരുടെ നില ഗുരുതരമാണ്. കെ.വി. ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്? ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? ഈ മരണസംഖ്യ കൂടുന്നു എന്നുള്ളത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിലവിൽ 25 പേരാണ് മരിച്ചിരിക്കുന്നതെന്നാണ് കള്ളക്കുറിച്ചി ജില്ലാ ഭരണ നേതൃത്വം അറിയിക്കുന്നത്. ഏതായാലും നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഈ വിഷയത്തിൽ CBCID അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. ഇന്നലെ പോലീസ് ഈ വ്യാജ ചാരായം നിർമ്മിച്ച 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്നലെ തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. ഏതായാലും ഇതിൽ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ ഇപ്പോൾ നടത്താനുള്ള നീക്കമുണ്ട്. മെഥനോളിന്റെ അംശം ഈ വ്യാജചാരായത്തിൽ ഉണ്ട് എന്നുള്ള വിവരം അനൌദ്യോഗികമായി വരികയും ചെയ്യുന്നു. ഏതായാലും CBCID അന്വേഷണം ഇന്ന് ആരംഭിക്കും. അതുപോലെ തന്നെ കേന്ദ്ര സംഘവും ഇന്ന് ഈ പ്രദേശത്ത് പരിശോധന നടത്തുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും മരണസംഖ്യ ഉയരുന്നത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പല ആളുകളുടെയും അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുന്നുമുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.